ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ്. അതായത് +1 ബയോളജി ചാപ്റ്റർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇത് സുവോളജിയിൽ വരുന്ന ചാപ്റ്ററാണ്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ ഇനി വരുന്ന വീഡിയോസിലായിട്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ചാപ്റ്ററിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിന് മുൻപായിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് ദ ലിവിങ് വേൾഡ്, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ ഒരുപാട് ടൈപ്പ് ഓർഗാനിസംസിനെ കുറിച്ച് പഠിച്ചു. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പല ടൈപ്പ് കാര്യങ്ങളെക്കുറിച്ച്. ഇതിൽ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസംസിനെ കുറിച്ച്, അതായത് പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ കൂട്ടം, അതായത് ആൻജിയോസ്പേംസിനെ കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ തൊട്ട് മുൻപായിട്ട് ചെയ്തിട്ടുള്ള ചാപ്റ്റർ 6 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ കിങ്ഡത്തിലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അവരുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്നാണ്. അപ്പം ഇതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ കുറിച്ചൊന്നും പഠിക്കുന്നില്ല. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെ പ്രത്യേകത എന്താ? അവരുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും തന്നെ അവർ ആ സിംഗിൾ സെല്ല് കൊണ്ട് തന്നെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരിലെ ഡൈജഷൻ, റെസ്പിറേഷൻ, റീപ്രൊഡക്ഷൻ, ഇങ്ങനെ എല്ലാ ബയോളജിക്കൽ ആക്ടിവിറ്റീസും തന്നെ ഇവർ ഈ സിംഗിൾ സെല്ല് കൊണ്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിൻ്റെ കേസിൽ ഇങ്ങനെ ഓരോരോ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളുടെ കൂട്ടമായിരിക്കും കാണാൻ പറ്റുന്നത്. അതായത് ഇൻ ദ കോംപ്ലക്സ് ബോഡി ഓഫ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് the same basic functions are carried out by different group of cells in a well organized manner. For example, ഹൈഡ്ര എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. ഈ ഓർഗാനിസംസിൽ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് സെൽസിൻ്റെ കൂട്ടം, അതായത് ഡിഫറെൻറ്റ് സെൽസിൻ്റെ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലും ഒരുപാട് തൗസൻഡ്സ് ഓഫ് സെൽസ് കാണാൻ പറ്റും. സോ ഒരു കോംപ്ലക്സ് ഓർഗാനിസംസിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പല ടൈപ്പ് സെൽസ് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഓരോ ടൈപ്പ് സെൽസും ഓരോരോ ഗ്രൂപ്പുകളായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പിനെയും പറയുന്ന പേരാണ് ടിഷ്യൂ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടിഷ്യൂസിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് along with intercellular substances perform a specific function. Such an organization is called ടിഷ്യൂ. അപ്പം ഒരു ടിഷ്യൂ ആയിരിക്കണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആയിരിക്കും. ഈ സെൽസിനിടയിൽ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ് കാണാൻ പറ്റും. പ്ലാന്റിൻ്റെ കാര്യമാണെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഹ്യൂമൻസിൻ്റെ ബോഡിയിൽ നമുക്ക് ഇതുപോലെ ഇന്റർസെല്ലുലാർ സ്പേസ് ഒന്നും കാണാൻ പറ്റില്ല. പകരം ഈ ഓരോ സെല്ലിനിടയിലുമായിട്ട് ഡിഫറെൻറ്റ് ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസസ് ആണ് കാണാൻ പറ്റുന്നത്. ഇതുകൂടാതെ ഈ സിമിലർ സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സ്പെസിഫിക് ഫങ്ഷൻ പെർഫോം ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള ഈ സെല്ലുകളുടെ ഓർഗനൈസേഷനെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഈ ടിഷ്യൂ ലെവൽ മുതലുള്ള കാര്യങ്ങളാണ്. അതായത് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ചേർന്നിട്ട് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഒരേ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗൻ സിസ്റ്റം ചേർന്നിട്ടായിരിക്കും ഒരു കോംപ്ലക്സ് ആനിമലിൻ്റെ ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് സെൽ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. അപ്പോൾ നമ്മളിവിടെ ടിഷ്യൂ എന്താ, ഓർഗൻ എന്താ, ഓർഗൻ സിസ്റ്റം എന്താ, അതുകൂടാതെ തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ എവിടെയാണ് നിർത്തിയത്? ടിഷ്യൂ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ്, ദാറ്റ് മീൻസ് ഒരു പട്ടി ആയിക്കോട്ടെ, കാക്ക ആയിക്കോട്ടെ, ഒരു ബ്ലൂ വെയിൽ ആയിക്കോട്ടെ, ഒരു ഹ്യൂമൻ ആയിക്കോട്ടെ, ജിറാഫ്, എലിഫന്റ്, ഇങ്ങനെ ഏതൊരു ഓർഗാനിസത്തിനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ചേർത്തിട്ടായിരിക്കും ഇവരുടെ കംപ്ലീറ്റ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് all complex animals consist of only 4 basic type of tissues. ആ 4 ടൈപ്പ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനിൽ ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനിൽ ചേർന്നിട്ട് ഡിഫറെൻറ്റ് ഓർഗൻസ് ഫോം ചെയ്തു. ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്, ലങ്, ഹാർട്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓർഗൻസിൽ ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്, ലാർജ് ഇൻറ്റസ്റ്റൈൻ,
സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ 3 ഓർഗൻസിൻ്റെ പ്രത്യേകത എന്താ? ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ? ഒരു ഓർഗാനിസംസിൽ ഡൈജഷൻ, ദഹനത്തിന് വേണ്ടിയാണ്. അപ്പം ഈ ഓർഗൻസ് ഒക്കെ സെയിം ഫങ്ഷനാണ് പെർഫോം ചെയ്യുന്നത്. ഇങ്ങനെ സെയിം ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഓർഗൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ 2 or more organs perform a common function by their physical or chemical interaction, they together form ഓർഗൻ സിസ്റ്റം. ഫിസിക്കൽ ഓർ കെമിക്കൽ ഇൻറ്ററാക്ഷനിലൂടെ 2ൽ കൂടുതൽ ഓർഗൻസ് ഒരു കോമൺ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവയവ വ്യവസ്ഥ. ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എക്സെട്ര. ദാറ്റ് മീൻസ് ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ തുടങ്ങിയവയൊക്കെ. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗൻ സിസ്റ്റംസ് ചേർന്നിട്ടാണ് ഓരോ ഓർഗാനിസവും ഫോം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ ഒരു സിംഗിൾ സെല്ല് തന്നെയാണ് എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത്. എന്നാൽ കോംപ്ലക്സ് ഓർഗാനിസം ആയി മാറുന്ന സമയത്ത് ഓരോരോ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയും ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റംസ് കാണാൻ പറ്റും. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ ഓർഗൻ സിസ്റ്റത്തിലെയും ഓരോ ഓർഗൻസിനെയും ആ ഓർഗൻസിൽ കാണപ്പെടുന്ന ഓരോ ടിഷ്യൂസിനും ആ ടിഷ്യൂസിൽ കാണപ്പെടുന്ന ഓരോ സെൽസിനും സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ മൗത്ത് മുതൽ എയ്നസ് വരെയാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം കാണുന്നത്. അപ്പം ഇതിലെ ഓരോരോ ഓർഗൻസിനും ഓരോരോ സ്പെസിഫിക് ഫങ്ഷൻസ് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ഓർഗൻസിൻ്റെയും ഫങ്ഷനൊക്കെ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കാനുണ്ട്. ഇങ്ങനെ ഓരോരോ ഓർഗാനിസംസിലെ ഓരോ സെൽസും ടിഷ്യൂസും ഓർഗൻസും ഓർഗൻ സിസ്റ്റം ഒന്നും മുടങ്ങാതെ പണിയെടുക്കുന്നത് കൊണ്ടാണ് എന്നെയും നിങ്ങളെയും പോലെയൊക്കെയുള്ള കോംപ്ലക്സ് ഓർഗാനിസംസ് ജീവിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓർഗൻ സിസ്റ്റംസ് സ്പ്ലിറ്റ് അപ്പ് ദ വർക്ക് in a way that exhibits division of labor and contribute to the survival of the body ആസ് എ ഹോൾ. ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷനിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ നിങ്ങൾ ഈ ഒരു ഭാഗം മുതലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടത്. അതായത് ഇതിൽ ടിഷ്യൂസ്, അതുപോലെ ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം, അങ്ങനെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടിഷ്യൂസ് മാത്രമാണ് ബോൾഡായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാമിന്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ ആനുവൽ എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് ടിഷ്യൂ. അതുകൂടാതെ ഈ ഒരു പോർഷനിലായിട്ട് ഓർഗൻ, അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ലൈൻസിലായിട്ട് ഓർഗൻ സിസ്റ്റം എന്താണ് അതിൻ്റെ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽ ടിഷ്യൂ ആണ്. നമ്മൾ പഠിച്ചു ഏതൊരു കോംപ്ലക്സ് ഓർഗാനിസം ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് യൂസ് ചെയ്തിട്ടാണ്. ദേ ആർ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. നമുക്ക് ഡിഫറെൻറ്റ് വീഡിയോസിലായിട്ട് ഈ ഓരോരോ ടിഷ്യൂസും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആവരണകല. അപ്പം ആ മലയാളം വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ശരീരത്തെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ അതിൻ്റെ നമ്പർ ഓഫ് ലെയേഴ്സിൻ്റെ ബേസിൽ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ സിംഗിൾ ലെയർ ആയിരിക്കും കാണാൻ പറ്റുന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം മീൻസ് അതിൽ മോർ ദാൻ 2 അല്ലെങ്കിൽ 2 or more സെൽ ലെയേഴ്സ് ചേർന്നിട്ടായിരിക്കും കോമ്പൗണ്ട് എപ്പിത്തീലിയം ഫോം ചെയ്തിട്ടുള്ളത്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓർഗൻസിൻ്റെ ക്യാവിറ്റിയെ ഒക്കെ ലൈൻ ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ക്യാവിറ്റി മീൻസ് ഓരോ ഓർഗൻസിൻ്റെയും ഉള്ളിലായിട്ട് വരുന്ന ഭാഗമാണ് ക്യാവിറ്റി. അപ്പം ഈ ക്യാവിറ്റിയെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന തിൻ ലെയർ ഓഫ് സെൽസിൻ്റെ കൂട്ടമാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പം ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിന് വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിലാണ്. ദേ ആർ സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കൊളംനാർ എപ്പിത്തീലിയം. അപ്പം ഈ സിമ്പിൾ എപ്പിത്തീലിയം ഒക്കെ കണ്ടല്ലോ, ഇതിന് 3നും ഡിഫറെൻറ്റ് ഷേപ്പാണുള്ളത്. ഇങ്ങനെ ഈ ഓരോരോ ഷേപ്പിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, മോർ ദാൻ 2 ലെയർ ഓഫ് സെൽസ് ചേർന്നിട്ടാണ് ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയം ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തിക്ക് ലെയർ ഓഫ് സെൽസ് ആയിരിക്കും. സോ കവറിങ് എന്നതിനേക്കാൾ ഉപരി പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയം ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ, നമ്മുടെ തൊലി എന്ന് പറയുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് എക്സാമ്പിളാണ്. അതുകൂടാതെ ബക്കൽ ക്യാവിറ്റി, നമ്മുടെ കവിളിനുള്ളിലായിട്ട് വരുന്ന മോയിസ്റ്റ് സർഫസ് എന്ന് പറയുന്നതും ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് എക്സാമ്പിളാണ്. അടുത്ത ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്
കണക്റ്റീവ് ടിഷ്യൂ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ യോജക കല. ഇതും അതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ദാറ്റ് ഈസ് ഡിഫറെന്റ് ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കണക്റ്റീവ് ടിഷ്യൂ. ഇതിന് എക്സാമ്പിൾ ആണ് ബോൺസ്, കാർട്ടിലേജ്, ബ്ലഡ് തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്നതും ഒരു ടിഷ്യൂ ആണ്. ബ്ലഡ് ഇസ് എ ലിക്വിഡ് ടിഷ്യൂ, അതായത് രക്തം ഒരു ദ്രാവക കലയാണ്. ഈ കണക്റ്റീവ് ടിഷ്യൂസിനെയും വീണ്ടും ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇതിൽ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ് ബോൺസ്, ബ്ലഡ് തുടങ്ങിയതൊക്കെ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസിൽ ടിഷ്യൂസ് ഓർ പേശികല. ഈ ടിഷ്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കൺട്രാക്ട് ആൻഡ് റിലാക്സ് ഇതിനുള്ള എബിലിറ്റി ഉള്ള സെൽസ് ആണ് ഈ മസിൽ ടിഷ്യൂസിൽ കാണുന്നത്. മസിൽ ടിഷ്യൂസിനെയും വീണ്ടും 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദേ ആർ സ്കെലറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. അസ്ഥിപേശി, ഹൃദയപേശി, അതുകൂടാതെ മിനുസപേശി എന്നാണ് ഈ 3 മസിൽസിൻ്റെ മലയാളം നെയിംസ്. ഇതിനുശേഷം വരുന്ന 4ാമത്തെ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് ന്യൂറൽ ടിഷ്യൂസ് അഥവാ നാഡീകല. ചേഞ്ചിങ് കണ്ടീഷൻസിനനുസരിച്ച് നമ്മുടെ ബോഡി റെസ്പോൺസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂറൽ ടിഷ്യൂസ് ആണ്. ഇതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ വളരെ ബ്രീഫായിട്ട് എന്താണ് ഓർഗൻസ്, അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ബ്രീഫായിട്ട് കൊടുത്തതിന് കാരണം ഡിഫറെൻറ്റ് ഓർഗൻസിനെ കുറിച്ചും ഓർഗൻ സിസ്റ്റത്തിനെ കുറിച്ചും +1 തന്നെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 16 മുതൽ 22 വരെയുള്ള ചാപ്റ്റേഴ്സിലായിട്ട് ഡിഫറെൻറ്റ് ടിഷ്യൂസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓർഗൻസ്, അത് ചേർന്നിട്ടുള്ള ഓർഗൻ സിസ്റ്റം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനു ശേഷം ഈ ചാപ്റ്ററിൽ കൊടുത്തത് 3 ഓർഗാനിസംസിനെ കുറിച്ചാണ്. ദേ ആർ എർത്ത് വർം, കോക്രോച്ച് ആൻഡ് ഫ്രോഗ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ 3 ഓർഗാനിസംസിൻ്റെയും മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ്, അതിൽ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രോഗ് എന്ന ടോപ്പിക്ക് അധികം എക്സാംസിനൊന്നും വന്ന് കണ്ടിട്ടില്ല. സോ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന 2 ടോപ്പിക്കാണ് എർത്ത് വോം ആൻഡ് കോക്രോച്ച്. അതിൻ്റെ മോർഫോളജി, അനാട്ടമി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആനുവൽ എക്സാംസിന് വേണ്ടി മാത്രമായിട്ടല്ല പറഞ്ഞത്, നീറ്റ് എക്സാമിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് മാത്രമാണ് ചെയ്തത്. ഇനി വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഓരോരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. അപ്പം ഈ ആനിമൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ 75% നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എർത്ത് വർം, കോക്രോച്ച് ആൻഡ് ഫ്രോഗ് ആണ്. ഇതിൽ എർത്ത് വർം ആൻഡ് കോക്രോച്ച് ആണ് കൂടുതലും എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ട്രെൻഡ്സിലൊക്കെ മാറ്റം വരാം. ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ ഓർഗൻ സിസ്റ്റംസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആനിമൽ ടിഷ്യൂസിലെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ടിഷ്യൂ ദാറ്റ് ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണിയെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.